2026 CBSE ക്ലാസ് 10 ബോർഡ് എക്സാമും ഡെഫിനറ്റ്ലി ടഫ് തന്നെ ആയിരിക്കും. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, അത് കഴിഞ്ഞാൽ പിന്നെ എക്സാംസ് ആണ്. പിന്നെ നമ്മളെ മുന്നിൽ സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഒരു റെവല്യൂഷൻ ആണത്. അതിന്റെ കോൺഫിഡൻസും അഹങ്കാരത്തിലും തന്നെയാണ് നിങ്ങളുടെ 14 ചാപ്റ്റേഴ്സ് കയ്യിലിരിക്കും അടുത്ത പബ്ലിക് എക്സാം ആകുമ്പോഴേക്ക്. ആൻഡ് ദാറ്റ്സ് ആർ ഗ്യാരണ്ടി. ഇപ്പോൾ CBSE ക്ലാസ് 10ൽ പഠിക്കുന്ന കുട്ടികൾ, നിങ്ങൾ തൊട്ട് മുന്നുള്ള നിങ്ങളുടെ സീനിയേഴ്സിനോട് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, CBSE ബോർഡ് എക്സാമിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ടഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്സ് പേപ്പറാണ്. ഈ മാത്സ് എക്സാം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒന്നൊരു നോർമൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, പിന്നെ ഒന്ന് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ്, ആൻഡ് തേർഡ് വൺ ഇസ് ആൻ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ. നന്നായിട്ട് കൺസെപ്റ്റ് അറിയുന്ന, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടുള്ള, നല്ല രീതിയിൽ എന്താ പറയുക, ഒരു പഠിത്തം കൊണ്ടുവന്ന ഒരാൾക്ക് മാത്രമേ ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്തെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഈ നോർമൽ ക്വസ്റ്റ്യൻസ് ആർക്കും അറ്റൻഡ് ചെയ്യാം. ജസ്റ്റ് ചാപ്റ്റർ കണ്ട ഒരാൾക്ക് പോയിട്ട് നോർമൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. പക്ഷേ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആൻഡ് ആപ്ലിക്കേഷൻ ലെവൽസ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി വേറെ ലെവൽ. അപ്പോൾ അവിടേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് സിമ്പിൾ. ഡെഫിനറ്റ്ലി നമ്മളുടെ വരാൻ പോകുന്ന 2026 ബോർഡ് എക്സാമും ടഫ് തന്നെ ആയിരിക്കും ഇൻ കേസ് ഓഫ് മാത്സ്. അപ്പോൾ ഇങ്ങനെ മാത്സിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഒരു ഡ്രീം ഉണ്ടാവും അല്ലേ, മാത്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല, കറക്റ്റ് ഒരു ഗൈഡൻസ് കിട്ടുന്നില്ല, എങ്ങനെ പഠിക്കണം എന്നറിയില്ല, നല്ല റിസോഴ്സ് ഇല്ല, ഇങ്ങനെ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ആൻഡ് ദിസ് ഈസ് എ വെരി ഹാപ്പി ന്യൂസ്. സീ, വി ആർ ലോഞ്ചിങ് യു എ മാത്സ് പ്രോ ബാച്ച്. യെസ്, പേരിൽ പറഞ്ഞ പോലെ തന്നെ മാത്സിൽ നിങ്ങളെ പ്രോ ആക്കാൻ വേണ്ടിയുള്ള മാത്രമുള്ള ഒരു ബാച്ചാണത്, എക്സ്ക്ലൂസീവ്ലി ഫോർ മാത്സ്. ആൻഡ് ഇത് എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞങ്ങളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഇസ് ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. ആദ്യമായിട്ട് മാത്സിൻ്റെ കോഴ്സ് ഞങ്ങൾ തരുന്നൊന്നുമല്ല, പക്ഷേ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ മന്ത്ലി സബ്സ്ക്രിപ്ഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോഴ്സ് ആയിരിക്കും. കാരണം ഇന്ന് വരെ നിങ്ങൾ മന്ത്ലി ഫീസ് അടച്ചിട്ടുള്ള ഒരു കോഴ്സ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഹിസ്റ്ററിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. സോ അങ്ങനെ ഒരു സാധനമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. മന്ത്ലി നിങ്ങൾ വെറും ഇപ്പോഴത്തെ ഒരു ഓഫർ വെച്ചിട്ട് ഫസ്റ്റ് 1000 സ്റ്റുഡൻസിനാണ് ഈ ഒരു ഓഫർ വരുന്നത്. മന്ത്ലി നിങ്ങൾ വെറും 499 rupees അടച്ചു കഴിഞ്ഞാൽ യു വിൽ ബി എ പ്രോ ഇൻ മാത്സ് when you are writing your public exam. അതാണ് ഞങ്ങൾ തരുന്ന ഒരു ഗ്യാരണ്ടി. അതായത് ഈ ഒരു ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്ന 1000 സ്റ്റുഡൻസിന് നമ്മൾ 999 എന്നുള്ളൊരു പ്രൈസ് മാറ്റിയിട്ട് നമ്മളത് 499 എന്നാക്കി മാറ്റും. അതായത് പെർ മന്ത് നിങ്ങൾ അടയ്ക്കേണ്ട പൈസ എന്ന് പറയുന്നത് വെറും 499 rupees ആണ്. അത്രയും അഫോർഡബിൾ ആയിട്ട് നമ്മളിത് തരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിന് ഒരു കുട്ടിയും എന്ത് ചെയ്യരുത്, CBSE ബോർഡ് എക്സാമിൻ്റെ പിന്നെ മാത്സ് പേപ്പർ എഴുതുന്ന സമയത്ത് നല്ല ക്ലാസ് കിട്ടാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നല്ല റിസോഴ്സ് ഇല്ലാത്തതിൻ്റെ ഒരു പേരിൽ ഒരു കുട്ടി പോലും എന്ത് ചെയ്യരുത് നമ്മളുടെ കേരളത്തിൽ നിന്ന് CBSE ക്ലാസ് 10 ബോർഡ്സ് കഴിഞ്ഞ് പോരുതെന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രൈസിന് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോഴ്സ് കൊടുക്കുന്നത് കേട്ടോ. സോ 499 മാത്രമാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 1000 സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്ന ഓഫർ എന്ന് പറയുന്നത്. ആൻഡ് ഇന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ട് 499 ഒക്കെ തരുന്നതുകൊണ്ട് എന്തോ ലൊക്കട കോഴ്സ് ആയിരിക്കുന്നത്. അല്ല, ദിസ് ഈസ് എ സ്റ്റാൻഡേർഡൈസ്ഡ് കോഴ്സ്. അതായത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ചാപ്റ്റേഴ്സിൻ്റെയും റെക്കോർഡഡ് ക്ലാസ്സസ് പ്ലസ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ആ പെർട്ടിക്കുലർ ഫാക്കൽറ്റി ആയിട്ടുള്ള ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈവ് സെഷൻ ആൻഡ് അതിൻ്റെ പെർട്ടിക്കുലർ എക്സാംസും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതിൻ്റെ കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. സോ യു ആർ ഗെറ്റിംഗ് റെക്കോർഡഡ് ക്ലാസ്സസ് പ്ലസ് ലൈവ് ക്ലാസ്സസ് പ്ലസ് എക്സാംസ്. ഇങ്ങനെയാണ് നമ്മളുടെ ഷെഡ്യൂൾ എന്ത് ചെയ്യുക പോകുന്നുണ്ടാവുക. ഈ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പബ്ലിക് എക്സാം വരെ പഠിക്കാനുണ്ടാവുമല്ലോ, 14 ചാപ്റ്റർ ഉണ്ടല്ലോ. അല്ല, വി ആർ ഗിവിങ് യു 1 വീക്കിൽ ഒരു ചാപ്റ്റർ. യെസ്, ഇത്രയും നമ്മൾ തരുള്ളൂ. ഒരു വീക്കിൽ നമ്മൾ നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കുന്നത് ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ 14 ചാപ്റ്റേഴ്സ് നമ്മൾ എപ്പോൾ കംപ്ലീറ്റ് ചെയ്യും? വിത്തിൻ ഡിസംബർ 2nd വീക്ക്. ഡിസംബർ 2nd വീക്കോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ 14 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ടാകും. വിത്ത് ക്വസ്റ്റ്യൻസ്, വിത്ത് ലൈവ് പ്രിപ്പറേഷൻസ്, വിത്ത് എക്സാംസ്. ഇങ്ങനെയാണ് നമ്മളുടെ ഷെഡ്യൂൾ പോകുന്നത്. സോ ഒരു വീക്കിൽ ഒരു ചാപ്റ്റർ. ഈ ഒരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 10th കേട്ടോ. സെപ്റ്റംബർ 10 മുതലാണ് നമ്മൾ ബാച്ച് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ സെപ്റ്റംബർ 10 മുതൽ തുടങ്ങി ഡിസംബർ 2nd വീക്കോട് കൂടി നമ്മൾ കവർ ചെയ്തെടുക്കാൻ പോകുന്നത് മാത്സിലെ 14 ചാപ്റ്റേഴ്സ്. അതായത് ഏകദേശം സെപ്റ്റംബറിൽ നമ്മളൊരു 3 ചാപ്റ്റേഴ്സ് കവർ ചെയ്യും, ഒക്ടോബറിൽ അതൊരു 4 ചാപ്റ്റർ കവർ ചെയ്യും, നവംബർ ആകുമ്പോൾ നമ്മളൊരു 5 ചാപ്റ്റർ കവർ ചെയ്യും, ഡിസംബറിൽ ഫസ്റ്റ് 2 വീക്സിൽ നമ്മൾ 2 ചാപ്റ്റർ വെച്ച് കവർ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, 1 വീക്കിൽ 1 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും റെക്കോർഡഡ് ക്ലാസ്സസ് അല്ലേ, കാണാൻ പണിയല്ലേ, ഒരു ദിവസം അത്രയും സമയം ഇരിക്കേണ്ട. നോ, ഒരു ദിവസം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് വെറും നിങ്ങളുടെ ഒരു 20 minutes to half an hour, അത്രയും ഞാൻ ചോദിക്കുന്നു. ജസ്റ്റ് ഒരു ദിവസം നിങ്ങളുടെ കയ്യിൽ ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ, 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ സമയം നിങ്ങൾക്ക് എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ, പബ്ലിക് എക്സാം ആകുമ്പോഴേക്കും നിങ്ങളാണ് പ്രോ, നിങ്ങളാണ് മാത്സിലെ ദ പ്രോ.
ആയിരിക്കും നിങ്ങൾ. അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ഞങ്ങളുടെ ബാച്ചിലേക്ക് വരുവാണ്, നിങ്ങളൊരു ദിവസം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 20 to half an hour സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്, നിങ്ങൾ അടിപൊളിയായിട്ട് മാറാൻ നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ ബി എ പ്രോ ഇൻ മാത്സ്, നോ ഡൗട്ട്. ആൻഡ് ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ദ ബെസ്റ്റ് ടീച്ചേഴ്സ് ആണ്. ആൻഡ് ദേ ആർ ആർ പ്രിൻസ് സർ ആൻഡ് നമ്മുടെ സ്വന്തം അജാസ്ക. പ്രിൻസ് സാറിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, പക്ഷേ ഹി ഈസ് എ ബെസ്റ്റ് ഫാക്കൽറ്റി ഫോർ ഷോ ഫോർ മാത്സ്. ആൻഡ് നമ്മളുടെ അജാസ്ക, ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു കോഴ്സ് ഡീൽ ചെയ്യുന്നത്. അത്രയും കിഡിലനായിട്ട് ആപ്പിൽ നിങ്ങൾക്ക് സെറ്റ് ക്ലാസ്സസ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ഈ ക്ലാസ്സസ് വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അടിപൊളിയായിട്ട് നമ്മളുടെ 14 ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കവർ ചെയ്യുന്നുണ്ടാവും. ആൻഡ് നമ്മൾ തുടങ്ങുക നമ്മുടെ 7th ചാപ്റ്റർ എന്നാണ് കേട്ടോ. അതായത് ആദ്യം 7 to 14 വരെ കവർ ചെയ്യും, അതിനുശേഷം വീണ്ടും സൈക്കിൾ എന്ത് വരും 1 to 6 പിന്നെ കവർ ചെയ്യും. അപ്പോൾ ആദ്യം 7th ചാപ്റ്റർ നമ്മുടെ കോർഡിനേറ്റ് ജോമെട്രി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ കോഴ്സ് തുടങ്ങുന്നുണ്ടാവുക. സെപ്റ്റംബർ 10th മുതൽ ഷെഡ്യൂൾ വരുന്ന സമയത്ത് ആദ്യം നമ്മൾ തുടങ്ങുന്നത് കോർഡിനേറ്റ് ജോമെട്രി വെച്ചിട്ടാണ്. പിന്നെ ഇങ്ങനെ പോയി 14 ചാപ്റ്റർ കഴിഞ്ഞിട്ട് വീണ്ടും 1 മുതൽ 6 വരെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കുന്നുണ്ടാവും. ഇങ്ങനെയാണ് നമ്മളുടെ ഏകദേശം ഒരു ഷെഡ്യൂൾ വരുന്നത്. ഓക്കെ. ആൻഡ് ഈ ബാച്ചിൻ്റെ ഏറ്റവും പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ മന്ത്ലി ആണ് ഫീസ് വാങ്ങിക്കുന്നത്. അതായത് ഒരു മന്തിൽ നിങ്ങൾ വെറും 499. ഈ മന്ത്ലി ഫീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു മാസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നു. നമ്മുടെ ക്ലാസ് നിങ്ങൾ 499 അടിച്ചിട്ട് നിങ്ങൾ നമ്മുടെ ക്ലാസ്സസ് എടുത്ത് നോക്കുന്നു. ക്ലാസ്സസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇഫ് യു ഫീൽ ഇറ്റ് ഈസ് ഗുഡ്, ഒബ്വിയസ്ലി യു വിൽ ഫീൽ ഇറ്റ്. അത് വേറൊരു കാര്യം. ഞങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഒരിക്കലും റിന്യൂ ചെയ്യാതിരിക്കില്ല, അത്ര അടിപൊളി ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 499 അടച്ചിട്ട് നിങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സ് കണ്ടു കഴിഞ്ഞിട്ട് ഇതൊരു ക്വാളിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് നിങ്ങൾ റിന്യൂ വേണ്ട. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ ഒരു കുട്ടിക്കും വരില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ. സോ അത്രയും അടിപൊളി ക്ലാസ്സസ് ആണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടുത്തെ ഒരു ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു മാത്സിൻ്റെ കേസിൽ എന്തുണ്ട്, അത്യാവശ്യം നല്ല പ്രോബ്ലംസ് വരാറുണ്ട് അല്ലേ. ഇപ്പോൾ അപ്ലിക്കേഷൻ ലെവലിൽ കോൺസെപ്റ്റ് ലെവലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിച്ച ഒരു കുട്ടിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. പക്ഷെ അതിനെന്ത് വേണം, അതിനൊരു കറക്റ്റ് അപ്ലിക്കേഷൻ ലെവൽ ഓഫ് തിങ്കിങ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇപ്പോൾ ഒരു ട്രെയിൻ ഫോമിങ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ള ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിൽ വളരെ കൺസെപ്ച്വൽ ആയിട്ട് അപ്ലിക്കേഷൻ ലെവലിൽ സോൾവ് ചെയ്യാൻ അറിയുന്ന ഒരു കുട്ടിക്കല്ലാണ്ട് ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പല കുട്ടികൾക്കും ലാക്ക് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ബേസിക് സാധനങ്ങളാണ്. അപ്പോൾ 2 ടൈപ്പ് കുട്ടികൾ നിങ്ങളുടെ ഇടയിലുണ്ടാവും. ഓക്കെ. 2 ടൈപ്പ് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞാൽ ബേസിക്സ് ഇല്ലാത്ത കുട്ടികൾ, രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും പക്ഷേ ഇതുപോലെ ഒരു കൺസെപ്റ്റിലേക്ക് എത്താൻ പറ്റാത്ത കുട്ടികൾ. രണ്ടും ഏകദേശം ഒരേ ഇതിലാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയം തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുള്ളത്, വിച്ച് ഈസ് അവർ എക്സ്ക്ലൂസീവ് ക്ലബ്. അതായത് മാത്സിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ക്ലബ്ബാണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ. എക്സ്ക്ലൂസീവ് ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്ലബ്ബ് ഡീൽ ചെയ്യുന്നത് നിങ്ങളുടെ ടീച്ചേഴ്സാണ്. അതായത് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആര്, നമ്മുടെ പ്രിൻസ് സാറും അജാസ് സാറും ഡയറക്റ്റ്ലി നിങ്ങളോട് ഡീൽ ചെയ്യുന്ന ഒരു ക്ലബ്ബ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇതിൽ നിങ്ങൾ പാർട്ടായിരിക്കും. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കണ്ട ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ പോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്കൊരു കൺസെപ്റ്റ് പഠിച്ച് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. പേഴ്സണലി നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും, അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ബേസിക്സ് ഇല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്, അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അടിപൊളിയാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ മാത്സിൽ പ്രോ ആക്കി നമ്മൾ മാറ്റി തരും with our Max Pro Batch. And these are the highlights. അടിപൊളിയായിരിക്കും. ജസ്റ്റ് 499 നിങ്ങൾ നമ്മളുടെ ബാച്ചിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എഴുതി ഞാൻ ഒപ്പിട്ട് തരാം. പറയുന്ന പോലെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ മക്കളെ, യു വിൽ ബി എ പ്രോ ഇൻ മാത്സ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരു ഫീച്ചറും കൂടെ നമ്മൾ തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ്സ് അവർ മെൻറ്റർഷിപ്പ് സപ്പോർട്ട്. ഞങ്ങളുടെ മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഇത് ഞങ്ങളുടെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ഫീച്ചറാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് വെറുതെ ആപ്പിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ അങ്ങോട്ട് വിടുമൊന്നുമില്ല ഞങ്ങൾ. ഓക്കെ. നിങ്ങൾ പഠിക്കുന്നുണ്ടോ, എക്സാം എഴുതുന്നുണ്ടോ, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, ക്ലാസ്സസ് കാണുന്നുണ്ടോ, ഇത് ഡെയിലി നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു പേഴ്സണൽ മെൻറ്ററിനെയും കൂടിയാണ് ഈ കോഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ദാറ്റ് മീൻസ് നോ ഉഴപ്പിൽ ഓൺലി പഠിത്തം. ഓക്കെ. സോ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ല മാർക്സ് മാത്സിൽ സെക്യൂർ ചെയ്യാൻ പറ്റും. ഇനിയും നമ്മളുടെ മുന്നിൽ സമയമുണ്ട്. അപ്പോൾ ഇനി ലേറ്റ് ആയി എന്ന് വിചാരിക്കരുത്. പക്ഷേ ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഇനിയും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയെന്ന് വരില്ല. ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്. ഈ ഒരു സമയത്ത് നിങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെപ്പുകളൊക്കെ പഴിച്ചു പോയേക്കാം. സോ അതിന് വെയിറ്റ് ചെയ്യരുത്. ടേക്ക് യുവർ ഡെസിഷൻ നൗ. ജസ്റ്റ് ക്ലിക്ക് ദ ലിങ്ക് ബിലോ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാകും. ക്ലിക്ക് ചെയ്യുക, നേരെ വരിക, ക്ലാസ്സസ് കാണുക, അടിപൊളിയായിട്ട് പഠിക്കുക. ബി എ പ്രോ ഇൻ മാത്സ്.